ചേച്ചിയെ അടിമയാക്കണമെന്ന് ആഗ്രഹിച്ച അനിയത്തിക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അതെന്താ ലേഖേച്ചി അങ്ങനെയൊക്കെ പറയുന്നേ? ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ഉണ്ണിയേട്ടന്റെ അമ്മ മാറിയില്ലേ? ദേ, അതിന് കാരണമുണ്ട്. ആ അമ്മയുടെ ഭർത്താവിനെ കൊന്നത് നിന്റെ അച്ഛനും അമ്മയുടെ ആങ്ങളെയും കൂടിയാ. അതറിഞ്ഞിട്ടാ അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടായത്. ആ മാറ്റം പോലും ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല. പിന്നെയല്ലേ നിന്റെ കണ്ണീര് കണ്ടിട്ട് നിന്നെ വാരി പുണരാൻ പോകുന്നത്. നീ മാറിയാലും മാറിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലടി. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ തെറ്റുകാരായി നിൽക്കുന്നിടത്തോളം കാലം നീയൊന്നും ഞങ്ങളുടെ മുന്നിലേക്ക് വരരുത്. നിനക്ക് നിന്റെ അച്ഛനെന്ന് വെച്ചാൽ ജീവനാണെന്ന് ഞങ്ങൾക്കറിയാം. അതിനേക്കാൾ ജീവനായിരുന്നടി കണ്ണന് കണ്ണന്റെ അച്ഛനെ. ആ അച്ഛനെയാ വാമദേവന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് പ്രതാപന് അരുങ്കോല ചെയ്തത്. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലടി. എന്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോ ഇവിടെ ഒന്ന് കയറണമെന്നും ലക്ഷ്മിയുടെ മോളെ ഒന്ന് കാണണമെന്നും തോന്നി. മഹി, ഇവളിതല്ല ഇതിനപ്പുറം പറയും. അതൊക്കെ കേട്ടിട്ട് വെറുതെ കുഞ്ഞിനെ കാണിക്കരുത്. ഇവളേതായാലും നമ്മുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല ലേഖേ. അതുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. കണ്ണനും മഹിയൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലേ. അതുകൊണ്ടാ ഇവർക്ക് തിരിച്ചടികൾ ഓരോന്നുണ്ടാവുന്നത്. സാരമില്ല അനന്തേട്ടാ, നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ഇവള് കുഞ്ഞിനെ കാണുന്നത്. ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. നീ വാടി. അതെ, കുഞ്ഞിനെ കാണുന്നതൊക്കെ കൊള്ളാം. ഇത് ഈ വീട്ടിലേക്കുള്ള അവസാനത്തെ വരവായിരിക്കണം. ഇനി മേലാൽ ഈ പടി കടന്ന് നീ വരരുത്. നീ വാ. ആര് കരഞ്ഞുകൊണ്ട് മുന്നിൽ നിന്നാലും അവരെ തള്ളിക്കളയില്ലേ മഹിയും കണ്ണനും ഒക്കെ. അതാണ് അവരുടെ പരാജയം. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. വാ. ദാ നോക്ക്, ഇതാ ഞങ്ങളുടെ നീലമോള്. കണ്ണേട്ടനെ പോലെയുണ്ട്. അങ്ങനെ തന്നെ എല്ലാരും പറഞ്ഞത്. അല്ലടി, കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാ മറ്റു പലരുമായിട്ട് സാമ്യമുണ്ട്. അങ്ങനെയല്ലേ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇതൊക്കെ പറഞ്ഞോണ്ട് നടന്നിരുന്നത്? കുഞ്ഞിന് ഒരുപാട് അച്ഛന്മാരുണ്ടെന്ന് എന്താടി മറന്നുപോയോ? ദേ നോക്ക്, ഏതായാലും നീ കുഞ്ഞിനെ കാണാനായിട്ട് വന്നതല്ലേ, ശരിക്ക് കണ്ടോ? തൊട്ടുപോരുത്. എന്താ മഹി കാണിക്കുന്നത്? ഇവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്താ ഇവൾ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞെന്ന് വരും. ഓർമ്മയുണ്ടല്ലോ, സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നപ്പോഴാ മഹിയെ ഇവള് തള്ളി താഴെയിട്ടത്. ഒക്കെ മറന്നുപോയോ മഹി? അങ്ങനെയുള്ളവൾ കുഞ്ഞിനെ കൈ കെട്ടിക്കഴിഞ്ഞാ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഉണ്ണിയേട്ടന്റെ അമ്മയ്ക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. എന്നിട്ടും ലേഖേച്ചിയൊന്നും അമ്മയെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും എനിക്ക് വേദനയില്ല ലേഖേച്ചി. ശരി ശരി, നീ കുഞ്ഞിനെ കണ്ടല്ലോ, എന്നാ പിന്നെ പൊക്കൂടെ? ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. ഇനി ഞാൻ പോയിക്കോളാം. പോയിട്ട് വരാം ലക്ഷ്മി.
കഴിഞ്ഞതൊന്നും മറക്കരുത് കേട്ടോ. അവള് വന്നപ്പോ 2 കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചിട്ട് ഇനി കുഞ്ഞിനെ കൂടെ അവളുടെ കയ്യിൽ കൊടുക്കാൻ പോവാ. വല്ലാത്തൊരു സ്വഭാവം തന്നെ മഹിയുടെ.